സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവർ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ശാമുവേൽ കമലേഷൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സൈനികനെ ഇന്ത്യൻ സേനയിൽ നിന്ന് പുറത്താക്കിയതുമായുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയാണ് ഇന്ന് നമ്മൾ പാഠഭേദത്തിലൂടെ സംസാരിക്കാൻ പോകുന്ന വിഷയം. ഈ വിഷയം നേരത്തെ തന്നെ നമ്മുടെ ആസാദിയുടെ ന്യൂസ് ചാനലിൽ 2 പ്രാവശ്യം ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നപ്പോഴും സുപ്രീം കോടതി വിധി വന്നപ്പോഴും 2 വാർത്തകൾ ഞാൻ ചെയ്തിരുന്നു. എന്നാൽ പാഠഭേദത്തിൽ ഈ വിഷയം പറയണ്ട എന്നാണ് ചിന്തിച്ചിരുന്നത്. അതിന് കാരണം പ്രത്യേകിച്ചും കോടതിയുമായിട്ട് ഉള്ള ബന്ധത്തിൽ വിധി വന്ന ഒരു വിഷയമായതുകൊണ്ട് നമ്മൾ ഇത്തരം കേസുകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ സംസാരിക്കണം. വാർത്തകൾ പ്രസിദ്ധീകരിക്കാം, എന്നാൽ അഭിപ്രായങ്ങൾ പറയുന്നതിന് പരിമിതികളുണ്ട് എന്ന തിരിച്ചറിവാണ് അങ്ങനെ ഒരു ചിന്തയ്ക്ക് കാരണമായി തീർന്നത്. എന്നാൽ ആസാദിയുടെ പല പ്രേക്ഷകരും പാഠഭേദത്തിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ABC ന്യൂസിൽ ABC ടോക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ഞാനൊരു വീഡിയോ കണ്ടത്. AP അഹമ്മദും TG മോഹൻദാസും തമ്മിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഗുരുദ്വാരയിൽ കയറിയെല്ലുന്ന ക്രിസ്ത്യൻ സൈനികൻ എന്ന തലക്കെട്ടോട് വന്ന ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, പല ചാനലുകളും ഈ വിഷയത്തെ വളരെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അതായത് എക്സാക്റ്റ് എന്താണ് സംഭവിച്ചത് എന്ന ഒരു യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നൊരു ചിന്ത എനിക്കുണ്ടായി. പ്രത്യേകിച്ചും ആ ABCയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ആ വീഡിയോ മുഴുവൻ അവലോകനം ചെയ്യുവാനല്ല ഈ ഒരു പാഠഭേദം ഉപയോഗിക്കുന്നത്. ശാമുവേൽ കമലേഷനുമായിട്ടുള്ള ബന്ധത്തിൽ എക്സാക്റ്റ്ലി എന്താണ് സംഭവിച്ചത് എന്നുള്ള വാർത്ത നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ABCയിൽ ഈ പറഞ്ഞ അഹമ്മദ് എന്ന് പറയുന്ന ആ മാന്യനായ വ്യക്തി അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പട്ടാളത്തിൻ്റെ ട്രൂപ്പിനെ ഇങ്ങനെ എങ്ങോട്ടൊക്കെയോ പോകുന്ന വഴിയിൽ ഏതോ ഒരു ഗുരുദ്വാരയിൽ കയറണമായിരുന്നു, അപ്പോൾ അദ്ദേഹം കയറാൻ വിസമ്മതിച്ചു എന്നുള്ള വിധത്തിലൊക്കെ സംസാരിക്കുന്നത് കാണുവാനിടയായി തീർന്നു. അതാണോ അതിൻ്റെ സത്യം? അതായത് ഈ ട്രൂപ്പ് എവിടെയോ പോകുന്ന വഴിയിൽ ഒരു ഗുരുദ്വാരയിൽ കയറേണ്ടി വന്നു, അപ്പോൾ അദ്ദേഹം കയറിയില്ല, അതുകൊണ്ടാണോ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്? അദ്ദേഹം എന്താ ശരിക്കും തെറ്റ് ചെയ്തത്? ഈ കാര്യങ്ങൾ വ്യക്തതയോടുകൂടെ പൊതുസമൂഹം അറിയണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ശാമുവേൽ കമലേഷൻ മലയാളിയാണ് എന്നൊരു തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു വാക്ക് ആ വീഡിയോയിൽ വന്നു. അതും ഫാക്ച്വൽ അല്ല. കാരണം ശാമുവേൽ കമലേഷൻ ഒരു തമിഴ്നാടുകാരനാണ്, ഒരു പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസിയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരുന്നു, എന്തുകൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ അമ്പലത്തിൽ അല്ലെങ്കിൽ ഗുരുദ്വാരയിൽ പ്രവേശിച്ചില്ല, ഇത്യാദി കാര്യങ്ങൾ വിശദമായിട്ട് ഒന്ന് പറയുകയാണ്. ഇനിയും ആ വീഡിയോയിൽ ഞാൻ കണ്ടത് അവിടെ വിട്ടിട്ട് TG മോഹൻദാസിൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ചൊന്നും എൻ്റെ അഭിപ്രായം പറയാതെ വ്യക്തതയോടുകൂടി ഈ സംഭവം എന്താ നടന്നതെന്ന് ഞാൻ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഈ ജൂൺ മാസത്തിൽ മുതൽ ഈ ഒരു വിഷയം, അതായത് ശാമുവേൽ കമലേഷൻ്റെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി പുറത്തു വന്ന സമയം മുതൽ ഈ കേസിനെ ഫോളോ ചെയ്യുന്ന, ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു വ്യക്തി എന്നതിൽ അന്ന് മുതൽ തന്നെ ഈ വാർത്തകൾ പഠിക്കുകയും ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവരികയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ അല്പം കൂടെ ക്ലാരിറ്റിയുള്ള ഇൻഫർമേഷൻസ് എനിക്കുള്ളത് കൊണ്ട് അത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നു. ABCയിലെ അഹമ്മദ് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു അങ്ങനെ എങ്ങോട്ടോ പോയപ്പോൾ അങ്ങനെയൊന്നുമല്ല. എന്താണ് എക്സാക്ട്ലി സംഭവിച്ചതെന്ന് മാസങ്ങൾ കൊണ്ട് ഈ വാർത്ത ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കുള്ള ചില ഇൻഫർമേഷൻസ് പങ്കുവെക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ശാമുവേൽ കമലേഷൻ തമിഴ്നാട്ടുകാരനാകുന്ന ഒരു പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യനാണ്. ഇനിയും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഈ പറഞ്ഞ തൻ്റെ റെജിമെൻറ്റിൻ്റെ ഒരു സ്ക്വാഡ്രൻ്റെ ട്രൂപ്പ് ഹെഡായിരുന്നു, ലെഫ്റ്റനൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു സൈനിക ട്രൂപ്പ് ഉണ്ട്. ആ ട്രൂപ്പിനെ നയിച്ചുകൊണ്ട് എല്ലാ സമയങ്ങളിലും ആ പറഞ്ഞ അമ്പലത്തിലേക്കോ ഗുരുദ്വാരയിലേക്കോ ഒരു പരേഡ് നടത്തേണ്ട ഉത്തരവാദിത്വം ഈ ഗ്രൂപ്പ് ഹെഡിനാണ്. അദ്ദേഹം അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ആരംഭത്തിൽ തന്നെ ഞാനത് പറയട്ടെ, ശാമുവേൽ കമലേഷൻ ഗുരുദ്വാരയിലേക്കോ അമ്പലത്തിലേക്കുള്ള പരേഡ് ഒരിക്കൽ പോലും ലംഘിച്ചില്ല എന്ന് മാത്രമല്ല, തൻ്റെ സൈനികമാകുന്ന ആ ഒരു ചുമതല താൻ നിർവഹിച്ച് വന്നിരുന്നു. താൻ അങ്ങനെയുള്ള പരേഡുകൾ നടത്തുമ്പോൾ ബെൽറ്റ് അഴിക്കേണ്ട സ്ഥാനത്ത്, ബൂട്ട് അഴിക്കേണ്ട സ്ഥാനത്ത്, അതുപോലെ തന്നെ തലയിൽ നിന്ന് തൊപ്പി മാറ്റി ആ ഒരു തലപ്പാവ് ധരിക്കേണ്ട സമയത്തൊക്കെ അദ്ദേഹം അത് ധരിച്ചിരുന്നു. അങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ട് ആ പരേഡിൻ്റെ റൂൾസ് എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മുൻപോട്ട് പോകുന്ന ഒരു
വ്യക്തിയായിരുന്നു. പിന്നെ എന്താണ് പ്രശ്നമുണ്ടായതെന്ന് ഞാൻ ഈ വീഡിയോയുടെ മുൻപോട്ട് വരുമ്പോൾ പറയാം. പക്ഷേ അതിനു മുമ്പ് വിശദീകരിക്കേണ്ട 1-2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇന്ത്യയുടെ ഒരു സൈന്യത്തിൽ ഒരു പ്രത്യേക റിലീജിയസ് പ്രാക്ടീസ് ചെയ്യുവാൻ നിർബന്ധമായി തീർന്നിരിക്കുന്നത്? ആരാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്? പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനെക്കുറിച്ച് ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു സംശയമുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസത്തെ അടിച്ചേൽപ്പിക്കുവാൻ ആ സർക്കാർ ശ്രമിക്കുന്നു എന്നൊരു ധാരണ ആളുകൾക്കുണ്ട്. ശരിക്കും ഈ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടിയോ ആണോ ഇത് എന്ന ആദ്യത്തെ ചോദ്യം തന്നെ ഞാൻ ഉത്തരം പറയുകയാണ്. അങ്ങനെ അല്ല എന്നുള്ളതാണ് സത്യം. അതായത് ഇന്നത്തെ മോദി സർക്കാരോ ഇതിൻ്റെ പിൻപിലുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരുകളോ ഒന്നും കൊണ്ടുവന്ന ഒരു നിയമമല്ല ഇത്. മറിച്ച് ഇന്ത്യയുടെ ചരിത്രം പഠിച്ചാൽ, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിക്കുന്ന കാലം മുതൽ തന്നെ ഇന്ത്യൻ മിലിറ്ററിക്കുണ്ടായിരുന്ന ചില പ്രത്യേകതകളാണിത്. ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ പല മിലിറ്ററി ട്രൂപ്സും ഇങ്ങനെയുള്ള ഒരു കാസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെയോ ഒക്കെ പശ്ചാത്തലത്തിലാണ് അറിയപ്പെടുന്നത്. റെജിമെൻറ്റുകളെ സിഖ് റെജിമെൻ്റെന്നും ജാട്ട് റെജിമെൻ്റെന്നും ഗൂർഖ റെജിമെൻ്റെന്നും ഒക്കെ ഓരോ ഗ്രൂപ്പിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ ശാമുവേൽ കമലേഷൻ വർക്ക് ചെയ്ത റെജിമെൻറ്റ് സിഖുകാർക്കും ജാട്ട് ആയിട്ടുള്ള ആളുകൾക്കും മാത്രം ഒരു കാലത്ത് പ്രവേശനമുണ്ടായിരുന്ന റെജിമെൻ്റാണ്. ഇപ്പോഴും ആ റെജിമെൻറ്റുകളിൽ കൂടുതലുള്ളത് സിഖുകാരും ഹിന്ദുക്കളായ ജാട്ട് ആളുകളുമൊക്കെയാണ് ആ റെജിമെൻറ്റിൽ കൂടുതൽ ഉള്ളത്. ഞാൻ വിശദീകരിക്കാം. അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് അവരാണ് ഇന്ത്യൻ ആർമി ഫോം ചെയ്തത്. ഇന്ത്യൻ ആർമിയെ അവർ പല റെജിമെൻറ്റുകളായി തിരിച്ചപ്പോൾ അവർ മതത്തിൻ്റെ പരിഗണനകൾ കൊടുത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാരായ ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള റെജിമെൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതി അവർക്ക് പ്രത്യേക റെജിമെൻറ്റ്. ബ്രിട്ടീഷുകാരായ ആളുകളാണ് ഇതുണ്ടാക്കിയത്. അല്ലാതെ സ്വതന്ത്ര ഭാരതത്തിലെ ഒരു സർക്കാരുമല്ല ഇങ്ങനെയുള്ള മതത്തിൻ്റെ പേരിലുള്ള റെജിമെൻറ്റുകൾ ഉണ്ടാക്കിയെന്നുള്ള ഒരു അടിസ്ഥാനപരമായ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിനോടൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ പുതിയ നടപടിയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ടാകാൻ സാധ്യതയുണ്ട്. 1922 ഈ പറഞ്ഞ ജാട്ട് റെജിമെൻറ്റ് ഒക്കെ ആരംഭിക്കുന്നത്. ഈ 22 മുതൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലം മുതൽ ഈ റെജിമെൻറ്റുകളുണ്ടായിരുന്നു. മാത്രമല്ല, ഇങ്ങനെ ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ പേരിൽ റെജിമെൻറ്റുകൾ തിരിക്കുവാനുള്ള കാരണമായിട്ട് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ പറയുന്നത്, ഓരോ ഗ്രൂപ്പിനും അവരുടേതാകുന്ന വിശ്വാസങ്ങളുണ്ട്. ചില പർട്ടിക്കുലർ ജാതികൾ അവർ ഈ പറഞ്ഞ വാരിയർ ഗ്രൂപ്പായിട്ടാണ് അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് ജാട്ടുകൾ അല്ലെങ്കിൽ സിഖുകാർ, ഇവരെയൊക്കെ ഒരു പോരാളികളുടെ ഒരു വിഭാഗമായിട്ടാണ് അറിയപ്പെടുന്നത്. ഗൂർഖ റെജിമെൻറ്റ്, അവർ ഗൂർഖകൾ എന്ന് പറയുമ്പോൾ ആ കമ്മ്യൂണിറ്റി മുഴുവൻ പോരാളികളുടെ കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ മനസ്സിലാക്കണം, ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയിൽ ക്ഷത്രിയർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഓരോ ക്ഷത്രിയ കമ്മ്യൂണിറ്റികൾക്കും ആ രീതിയിലുള്ള ചില പ്രത്യേകതകളുണ്ട്. അവർ യുദ്ധം ചെയ്യുന്നവരാണ്, യുദ്ധത്തിന് മുമ്പിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി പൊതുവേ എന്താണ്, വാരിയേഴ്സാണ്, യോദ്ധാക്കളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവരുടെ പേരിൽ റെജിമെൻ്റ് ഉണ്ടാക്കിയത് എന്നാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ അവരുടെ ഒരു വ്യൂ പറയുന്നത്. പക്ഷേ എനിക്ക് വ്യക്തിപരമായ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് സത്യമായിരിക്കുമ്പോൾ തന്നെ എല്ലാ മിലിറ്ററി വിഭാഗത്തിനും അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ഘടകമുണ്ടാകണം. അതായത് യുദ്ധത്തിനിറങ്ങി നിൽക്കുമ്പോൾ യുദ്ധത്തിൽ പ്രൊഫഷണലിസത്തെക്കാൾ അപ്പുറമായിട്ടുള്ളത് മറ്റെന്തൊക്കെയോ ഘടകങ്ങളാണ് അവരുടെ ഡ്രൈവിംഗ് സ്പിരിറ്റ് എന്ന് പറഞ്ഞത്. ഒന്നുകിൽ അവർ ദേശത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവർ അവരുടെ ജാതിക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർ അവരുടെ മതത്തിന് വേണ്ടിയാണ് പൊരുതുന്നത്. പല രാജ്യങ്ങളിലും ഈ ജാതിയോ മതമോ പ്രധാനമല്ലാത്ത സ്ഥലങ്ങളിൽ ആ രാജ്യക്കാർ പൊരുതുന്നത് ദേശത്തിന് വേണ്ടിയാണ്. ആരോടെങ്കിലും യുദ്ധം ചെയ്ത് മരിക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആരും റെഡിയൊന്നും ആകത്തില്ല. പ്രൊഫഷണലിസമാണ് ആർമിക്കകത്ത് കൂടുതലുള്ളതെങ്കിൽ അങ്ങനെയൊന്നും ആരും റെഡിയാകത്തില്ല. പിന്നെ നീ നിൻ്റെ രാജ്യത്തിന് വേണ്ടി മരിക്കണമെന്ന് പറയുമ്പോൾ ചിലരൊക്കെ റെഡിയാകും. ഇനിയും നീ നിൻ്റെ മതത്തിന് വേണ്ടി മരിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റെഡിയാകും. പ്രത്യേകിച്ചും ഇന്ത്യക്കാർ അല്പം കൂടെ റെഡിയാകും. അത് സ്വന്തം ജാതിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആളുകൾക്ക് യുദ്ധം ചെയ്യുവാൻ, മരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകും. യുദ്ധത്തിൽ മരണം
ഒരുപക്ഷെ സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ മരിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് യുദ്ധം ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇവരെ ഡ്രൈവ് ചെയ്യുന്ന, ഇവരെ മുൻപോട്ട് തള്ളിവിടുന്ന എന്തെങ്കിലും ഒരു കോമൺ വികാരം ഉണ്ടാകണമെന്നുള്ള ബ്രിട്ടീഷുകാരൻ്റെ ബുദ്ധിയാണ് ശരിക്കും ഇങ്ങനെയുള്ള റെജിമെൻറ്റുകളെ നിർമ്മിക്കുവാനുള്ള കാരണം ബ്രിട്ടീഷുകാർക്ക് പട്ടാളക്കാർ വേണം, അവർക്ക് യുദ്ധം ചെയ്യാൻ ആൾ വേണം. അപ്പോൾ ഇവരെ മുമ്പിലേക്ക് ഇങ്ങനെ തള്ളിവിടണമെങ്കിൽ ഈ ഓരോ റെജിമെൻറ്റിനും അവരുടേതാകുന്ന ഒരു കാരണമുണ്ടാകണം, യുദ്ധം ചെയ്യുവാൻ ഒരു വികാരമുണ്ടാകണം, ഒരു പൊതുവികാരമുണ്ടാകണം. ആ പൊതുവികാരത്തെ ഒന്ന് സാംശീകരിക്കുവാൻ വേണ്ടിയാണ് ഇത്തരം റെജിമെൻറ്റുകൾ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് സത്യം. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പേ ഈ റെജിമെൻറ്റുകളിലൊക്കെ അതത് റെജിമെൻറ്റിൻ്റെ ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളായിരുന്നു. ഉദാഹരണത്തിന് സിഖ് റെജിമെൻറ്റിലാണെങ്കിൽ സിഖുകാർക്ക് മാത്രമേ പ്രവേശനമുള്ളായിരുന്നു. ജാട്ട് റെജിമെൻറ്റിൽ ജാട്ടുകളായ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യമായി കഴിഞ്ഞപ്പോൾ സ്വതന്ത്ര ഭാരതത്തിൽ, അതായത് മാറിയ ഇന്ത്യയിൽ, പിന്നീട് ഈ റെജിമെൻറ്റുകളിൽ ഇന്ത്യയിലെ ഏത് സിറ്റിസനും ഏത് പൗരനും പ്രവേശിക്കാം എന്ന ഒരു കാലം വന്നു. അങ്ങനെയാണ് ശാമുവേൽ കമലേഷൻ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റൻറ്റുകാരൻ, ഹിന്ദുക്കൾക്കും സിഖുകാർക്കും മുൻഗണനയുള്ള ഒരു റെജിമെൻറ്റിൽ പ്രവേശിക്കുവാൻ അദ്ദേഹത്തിന് കാരണമായി തീർന്നത്. ശാമുവേൽ കമലേഷൻ 2017 ജോയിൻ ചെയ്ത 3rd കാവലറി റെജിമെൻറ്റ് എന്ന് പറയുന്നത് ഹിന്ദുക്കളായിട്ടുള്ള ജാട്ടുകളും അതുപോലെ സിഖുകാരും ഒക്കെ കൂടുതലുള്ള റെജിമെൻറ്റാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞു. കാരണം അങ്ങനെയുള്ള ആളുകൾക്കായിരുന്നു ഈ റെജിമെൻറ്റിൽ കൂടുതൽ പ്രവേശനമുണ്ടായത്. എന്നാൽ സ്വതന്ത്ര ഭാരതത്തിൽ മറ്റുള്ള ആളുകളെ കൂടെ ഈ റെജിമെൻറ്റുകളിൽ എടുക്കുവാൻ തുടങ്ങിയപ്പോൾ ശാമുവേൽ കമലേഷൻ ആ റെജിമെൻറ്റിൽ ജോലിക്ക് ജോയിൻ ചെയ്യുവാനിടയായി തീർന്നു. 2017 ഇദ്ദേഹം ആ ജോലിക്ക് ജോയിൻ ചെയ്ത സമയം മുതൽ തന്നെ ഈ റെജിമെൻറ്റ് ഹിന്ദു സിഖ് മെജോറിറ്റിയുള്ള റെജിമെൻറ്റാണ്. ആ റെജിമെൻറ്റുകളിലെല്ലാം എല്ലാ സമയങ്ങളിലും റെഗുലർ ഇൻ്റർവെൽസിൽ, അതായത് റിലീജിയസ് പരേഡുണ്ട്. ഒരു സർവ്വമത പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്കായിരിക്കും ഇങ്ങനെയുള്ള പരേഡുകൾ നടക്കുന്നത്. പക്ഷേ ഈ റെജിമെൻറ്റിൻ്റെ പ്രത്യേകത ഞാൻ മുമ്പേ തന്നെ പറഞ്ഞല്ലോ, ഒരു മതമോ ജാതിയോ ഒക്കെ വെച്ചാണ് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ റെജിമെൻറ്റുകൾ ഉണ്ടാക്കിയത്. പിന്നെ റെജിമെൻറ്റുകളുടെ രീതികൾ നിർണ്ണയിച്ചിരുന്നത് നിങ്ങൾക്കൊരു പക്ഷേ അറിയാമായിരിക്കാം. ഇന്ത്യൻ ആർമിയുടെയൊക്കെ ഓരോ റെജിമെൻറ്റിൻ്റെയും വാർക്രൈ, ആ വാർക്രൈ തന്നെ ഓരോ ദേവീദേവതകളെ വിളിച്ചുകൊണ്ടുള്ള വാർക്രൈയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ മതങ്ങളുമായിട്ടൊക്കെ ഒത്തിരി ബന്ധമായിട്ട് ഈ റെജിമെൻറ്റുകൾ ഇന്നല്ല, ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ അത് അനുവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പ്രാക്ടീസാണ്. അപ്പോൾ ഈ പറഞ്ഞ 3rd കാവലറി റെജിമെൻറ്റിൽ സിഖുകളും ജാട്ടുകളും കൂടുതലുള്ളത് കൊണ്ട് അവിടെ സർവ്വമത പ്രാർത്ഥനാ സ്ഥലമല്ല, അവിടെ ഒരു ഗുരുദ്വാരയും ഒരു അമ്പലവും മാത്രമാണ് അവരുടെ റെജിമെൻറ്റിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കണം, ഇദ്ദേഹം ക്രിസ്ത്യാനിയാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ വർഷിപ്പ് പ്ലേസ്, ഒരു ചർച്ചോ മറ്റോ ഈ റെജിമെൻറ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ സമയങ്ങളിലും പരേഡായിട്ട് റിലീജിയസ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട്, അതായത് റിലീജിയസ് ഒരു പരേഡിൻ്റെ ഭാഗമായിട്ട് ഈ അമ്പലത്തിലേക്കോ ഗുരുദ്വാരയിലേക്കോ തൻ്റെ ട്രൂപ്പിലുള്ളവരെ നയിച്ചു കൊണ്ടുപോകണം. കൃത്യമായിട്ട് ശാമുവേൽ കമലേഷൻ ഈ കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിബന്ധന, അദ്ദേഹം ഈ അമ്പലത്തിൽ വന്നിട്ട് അമ്പലത്തിൻ്റെ ശ്രീകോവിൽ സാങ്ച്വറി, അവിടേക്ക് ഹോളി ഓഫ് ദ ഹോളിയസ്റ്റ് എന്നവർ പറയത്തില്ലേ, അവരുടേതാകുന്ന ആ ഒരു ശ്രീകോവിലേക്ക് അദ്ദേഹം കടക്കത്തില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വിശ്വാസം വിഗ്രഹങ്ങളെ വണങ്ങുന്നതിനെ അനുവദിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യുവാൻ താൻ തയ്യാറാണ്, തൻ്റെ ട്രൂപ്പിനെ കൊണ്ട് താൻ ആ അമ്പലത്തിൽ വരുവാൻ തയ്യാറാണ്. പക്ഷേ താൻ തൻ്റെ വിശ്വാസം ഹനിക്കുന്ന ഒരു ലെവലെത്തുമ്പോൾ തനിക്ക് ഒരു വിഗ്രഹത്തെ ആരാധിക്കാൻ കഴിയില്ലെന്നുള്ള വ്യക്തിപരമായ തൻ്റെ വിശ്വാസം, അതുകൊണ്ട് തനിക്കത് കഴിയുകയില്ല എന്നാണ് 2017 മുതൽ തന്നെ ഈ വ്യക്തി തൻ്റെ ഉന്നത അധികാരികളെ അറിയിച്ചു കൊണ്ടിരുന്നത്. ഇനി കുറേ കാര്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പരേഡ് നയിച്ചു കൊണ്ടുവരുന്ന ഈ ട്രൂപ്പിൻ്റെ, ഈ സ്ക്വാഡ്രൻ്റെ ലീഡർ ഇവിടെ ശാമുവേൽ കമലേഷൻ, അദ്ദേഹം ആ ഒരു ട്രൂപ്പിൻ്റെ ലീഡർ എന്ന നിലയിൽ ആ ഒരു പൂജ ചെയ്യേണ്ട, അല്ലെങ്കിൽ ആ അമ്പലത്തിൽ കയറി അവിടെ ആരതിയാണോ ഒഴിയേണ്ടത്, എന്താണോ ആ പൂജ ചെയ്യേണ്ടത്, അതൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ആളാണ്. കാരണം ആ ട്രൂപ്പിൻ്റെ ലീഡർ ആ അമ്പലത്തിലെ ഒരു പൂജാരിയെ പോലെ പ്രവർത്തിക്കണം എന്നതാണ് അവിടുത്തെ പ്രാക്ടീസ്. പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്യുവാൻ കഴിയുന്നില്ല. തനിക്ക് അമ്പലത്തിലെ പൂജാരിയായിട്ട് ആ ഒരു ആരതി ഒഴിയുവാൻ കഴിയുന്നില്ല. ഇവിടെയാണ് വലിയൊരു ചോദ്യമുണ്ടാകുന്നത്. ഒരു പട്ടാളക്കാരൻ പട്ടാളത്തിലായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിന് കാക്കുവാൻ കഴിയില്ല
എന്ന് വരുന്ന ഒരു സിറ്റുവേഷൻ അത് ശരിയാണോ എന്ന ചോദ്യം ഉയർന്നു വരുന്നത് ഇവിടെയാണ്. ഇവിടെ പിന്നെയും ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് കണ്ട ഒരു അമ്പലത്തിൽ കയറുന്ന കഥയൊന്നുമല്ല ഇത്. ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഒരു അമ്പലത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ സെക്യൂരിറ്റിക്ക് പോയി നിൽക്കുന്ന കാര്യമല്ലിത്. ഇവിടെ ഈ അമ്പലത്തിൽ എന്ത് ചെയ്യുകയാണ്, ഒരു പൂജാരിയുടെ രീതിയിൽ ആരാധിക്കുവാൻ അല്ലെങ്കിൽ അവിടെ വണങ്ങുവാൻ, അവിടെ പൂജ ചെയ്യുവാൻ തനിക്ക് കഴിയില്ല എന്നാണ് തൻ്റെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശാമുവേൽ കമലേഷൻ പറഞ്ഞത്. ഇനിയും സുപ്രീം കോടതി വിധിയിലേക്ക് വന്നിട്ട് അവിടെ പരാമർശിച്ച ചില കാര്യങ്ങൾ കൂടെ പറയാം. ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സുപ്രീം കോടതി വിധി, ആ വിധി കോടതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശരിയായ വിധിയാണ്. ആർട്ടിക്കിൾ 25 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അത് പറഞ്ഞാണ് ശാമുവേൽ കമലേശൻ്റെ വക്കീൽ വാദിച്ചത്. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറഞ്ഞ് വാദിക്കുമ്പോൾ കോടതിയുടെ ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളപ്പോൾ തന്നെ പട്ടാളത്തിലെ യൂണിറ്റി ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ടതിന് പലപ്പോഴും പട്ടാളക്കാർക്ക് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബാധകമല്ല എന്ന ഒരു നിരീക്ഷണമാണുള്ളത്. അതായത് ആർട്ടിക്കിൾ 33 കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ റൈറ്റ്സ് മുഴുവൻ അവന് ലഭിക്കുകയില്ല എന്ന ഒരു നിരീക്ഷണമാണ് കോടതി നടത്തിയത്. രണ്ടാമത് കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് പട്ടാളത്തിലെ ഡിസിപ്ലിൻ ലംഘിച്ചു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പട്ടാളത്തിൽ ഒരു സുപ്പീരിയർ കമാൻഡർ എന്ത് കമാൻഡ് കൊടുത്താലും ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. അത് പട്ടാളത്തിലെ നിയമമാണ്, അതാർക്കും ലംഘിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ശാമുവേൽ കമലേശൻ്റെ ഉന്നത അധികാരികൾ അദ്ദേഹത്തോട് കമാൻഡ് കൊടുക്കുന്നു, നീ ഇത് ചെയ്യണം. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നു, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇദ്ദേഹത്തോട് ആവർത്തിച്ച് കമാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നീ ആ പൂജാകാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കമാൻഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സുപ്പീരിയർ ഓഫീസറിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ തൻ്റെ ബോസിൻ്റെ കമാൻഡ് തനിക്ക് ലംഘിക്കാൻ പറ്റത്തില്ല. ഇത് പട്ടാളത്തിൻ്റെ ഡിസിപ്ലിൻ ലംഘിക്കുകയാണ്. അതുകൊണ്ട് കോടതിയുടെ നിരീക്ഷണവും കോടതി കൊടുത്ത വിധിയും കോടതിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വിധിയാണ്. അത് ഭരണഘടനാപരമായി ശരിയാണ്. ഇന്ത്യൻ പട്ടാളത്തിലെ ഈ പറഞ്ഞ ഡിസിപ്ലിൻ സംബന്ധിച്ച് ശരിയായ വിധിയാണ്. എന്നാൽ അതിൻ്റെ മറുഭാഗം കോടതിയിലെത്തുന്ന വാദഗതികൾ, കോടതിയിലെത്തുന്ന തെളിവുകൾ, അതനുസരിച്ചാണ് ഒരു വിധി പ്രസ്താവിക്കുന്നത്. മറുഭാഗത്ത് കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഈ പറഞ്ഞ ശാമുവേൽ കമലേശൻ്റെ വക്കീലിന് എത്ര നന്നായിട്ട് മറുപടി കൊടുക്കുവാൻ പറ്റി എന്നതും വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. അദ്ദേഹം വാദിച്ചുകൊണ്ടിരുന്നത് ആർട്ടിക്കിൾ 25 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മുറുകെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം വാദിച്ചുകൊണ്ടിരുന്നത്. കോടതിയുടെ 1-2 ചോദ്യങ്ങൾക്ക് ശാമുവേൽ കമലേശൻ്റെ വക്കീലിന് മറുപടി പറയാൻ പറ്റാതെ പോയ 1-2 ചോദ്യങ്ങൾക്ക് പാഠഭേദത്തിലൂടെ മറുപടി പറയുകയാണ്. അതായത് കോടതി ചോദിച്ച ഒരു ചോദ്യം, ഈ ശാമുവേൽ കമലേശനോട് ഏതോ ഒരു റിലീജിയസ് ക്രിസ്ത്യൻ ലീഡർ, ഒരു പാസ്റ്റർ എന്നാണ് ഞാൻ റിപ്പോർട്ടുകളിൽ കാണുന്നത്, ഇദ്ദേഹത്തോട് അഡ്വൈസ് ചെയ്തു എന്ന് പറയുന്നു. തനിക്ക് അമ്പലത്തിൽ കയറിയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് അഡ്വൈസ് ചെയ്തു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വാദം, അതായത് ഈ ശാമുവേൽ കമലേശൻ ആ ഒരു അഡ്വൈസ് കേട്ട് പിന്തുടരുന്നതല്ലായിരുന്നു നല്ലത് എന്ന വാദം അത് കോടതി മുഖവിലേക്ക് എടുത്തു. ഒരു ക്രിസ്ത്യൻ റിലീജിയസ് ലീഡർ നിന്നെ അഡ്വൈസ് ചെയ്തിട്ടും അവർക്കറിയാവുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ നിനക്കറിയാമോ എന്ന ചോദ്യം വന്നു. ഇവിടെ എനിക്കറിയില്ല ഏത് പാസ്റ്ററാണ്, ഏത് റിലീജിയസ് ലീഡറാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ അഡ്വൈസ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹം എന്ത് അഡ്വൈസാണ് കൊടുത്തതെന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ആ പാസ്റ്ററെ കുറ്റപ്പെടുത്തുവാനോ ആ പാസ്റ്റർ തെറ്റുകാരനാണെന്ന് പറയാനോ ഒന്നും എനിക്ക് പറ്റുകയില്ല. പക്ഷേ അതേ ചോദ്യം എൻ്റെ മുമ്പിൽ വരികയാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും അതിൻ്റെ മറുപടി പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ശാമുവേൽ കമലേശനെ പോലെ ഒരു സെയിം സിറ്റുവേഷനിൽ ഒരു വ്യക്തി, ഒരു പാസ്റ്ററായ എന്നോട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് അമ്പലത്തിൽ കയറി വണങ്ങുവാൻ പറ്റുമോ എന്ന അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ എന്ത് മറുപടിയായിരിക്കും ഞാൻ തരുന്നത് എന്ന് പറഞ്ഞു തരാം. അതായത് ഈ വിഷയത്തെ രണ്ടായി കാണണം. ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഒരമ്പലത്തിലോ ഗുരുദ്വാരയിലോ ഒരു വ്യക്തിക്ക് കയറുവാൻ പറ്റുമോ എന്ന ചോദ്യം ഇവിടെ വളരെ കൃത്യതയോടുകൂടെ ഞാൻ പറയുകയാണ്, വ്യക്തതയോടുകൂടെ പറയുകയാണ്. 100% ഒരു പട്ടാളക്കാരനോ ഒരു പോലീസുകാരനോ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഒരമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ കയറുന്നതിനോ ആ അമ്പലത്തിൽ അദ്ദേഹത്തിന് ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യുന്നതിനോ യാതൊരു തടസ്സവുമില്ല. ഞാൻ 1-2
ഉദാഹരണങ്ങൾ പറയാം. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലൊക്കെ പോപ്പുലറാണല്ലോ ശബരിമല സീസണിൽ ശബരിമല ഡ്യൂട്ടിക്ക് അങ്ങ് ശ്രീകോവിലല്ല കേട്ടോ, അങ്ങ് മലയുടെ മുകളിലല്ല, പമ്പയിലൊക്കെ വിശ്വാസികളല്ലാത്ത ഹൈന്ദവരല്ലാത്ത ആളുകളെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, അങ്ങ് പിന്നെ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ ഉള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമ്പലവുമായിട്ട് വിശ്വാസപരമായ ബന്ധമുള്ളവരെ ആയിരിക്കാം അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. എന്നാൽ പമ്പയിലേക്ക് ഡ്യൂട്ടിക്ക് പോലീസുകാരെ നിയോഗിക്കാറുണ്ട്. ആ പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ക്രിസ്ത്യാനിയാകാം, മുസ്ലിമാകാം, അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യണം. അവിടെ ഏത് മതത്തിൻ്റെ ഉത്സവമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് വിഷയമല്ല. മറിച്ച് ഒരു പോലീസുകാരൻ എന്ന നിലയിൽ, ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്ന കർത്തവ്യം അദ്ദേഹത്തിന് നിറവേറണം. ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഉത്തരാഖണ്ഡിലൊക്കെ വലിയ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി, അമ്പലങ്ങളിലൊക്കെ വെള്ളം കയറിയ ഒരു സംഭവമുണ്ട്. ഇന്ത്യൻ മിലിറ്ററി ഇറങ്ങിയാണ് അവിടെ ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ ആ സമയത്ത് ഒരു ക്രിസ്ത്യനായിട്ടുള്ള ഒരു പട്ടാളക്കാരൻ ഒരിക്കലും പറയാൻ പാടില്ല, ഞാനൊരു അമ്പലത്തിൻ്റെ അകത്ത് കയറത്തില്ല. അവിടെ ഒരു രക്ഷാപ്രവർത്തനമാണ്, അവിടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അദ്ദേഹത്തിന് അമ്പലമാണോ മോസ്കാണോ ചർച്ചാണോ എന്നുള്ള വിവേചനമില്ലാതെ ഒരു പൗരൻ എന്ന നിലയിൽ ഒരു തരത്തിലും പക്ഷാഭേദമില്ലാതെ അവിടെ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒരു അമ്പലത്തിൽ ഒരു ക്രിസ്ത്യൻ പട്ടാളക്കാരന് കയറാൻ പറ്റുമോ എന്ന ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം. ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഒരു വലിയ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒരു അമ്പലം വിസിറ്റ് ചെയ്യുന്നു. അവർക്ക് പ്രൊട്ടക്ഷൻ പോകുന്ന പട്ടാളക്കാർ, സെക്യൂരിറ്റി ഓഫീസേഴ്സ്, പോലീസുകാർ, ഇവർക്ക് ഈ പറയുന്ന അമ്പലത്തിൻ്റെ അകത്ത് ഡ്യൂട്ടി ഇട്ടാൽ അവർക്ക് ആ ഡ്യൂട്ടി ചെയ്യുവാൻ കഴിയുമോ? 100% ആ ഡ്യൂട്ടി ചെയ്യുവാൻ കഴിയും. കാരണം പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം അമ്പലത്തിൽ കയറുന്നത്. അപ്പോൾ ഞാൻ ഈ വാദങ്ങൾ ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, വേദപുസ്തകത്തിൽ അതിന് എന്തെങ്കിലും പശ്ചാത്തലമുണ്ടോ? നിശ്ചയമായിട്ടുമുണ്ട്. വളരെ വ്യക്തമായി വേദപുസ്തകം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എവിടെയാണെന്നല്ലേ? നമുക്കറിയാമല്ലോ, എലീശ പ്രവാചകൻ്റെ കാലത്ത് എലീശയുടെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ച വ്യക്തിയാണ് നയമാൻ മടങ്ങിപ്പോകുന്നത് ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധകനായിട്ടാണ് മടങ്ങിപ്പോകുന്നത്. പക്ഷേ നയമാൻ മടങ്ങിപ്പോകുന്ന സമയത്ത് എലീശയോട് ഒരു അനുവാദം വാങ്ങിക്കുന്നു. അതായത് അരാം രാജാവ് തൻ്റെ യജമാനൻ തൻ്റെ ദേവൻ്റെ മന്ദിരത്തിൽ വണങ്ങുവാൻ പോകുമ്പോൾ സെക്യൂരിറ്റി പോകേണ്ട ചുമതല ഈ പറഞ്ഞ സൈന്യാധിപനാണ്. സൈന്യാധിപൻ രാജാവ് പോകുന്ന സ്ഥലത്ത് തൻ്റെ വലങ്കൈയായിട്ട് പോകണം. തൻ്റെ കൈ പിടിച്ചിട്ടാണ് ഈ പറഞ്ഞ രാജാവ് വണങ്ങുന്നത്. അതായത് ഈ ദേവൻ്റെ അമ്പലത്തിനകത്ത് കയറി നയമാൻ നിൽക്കുമ്പോൾ രാജാവ് നയമാൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബലത്തിലാണ് രാജാവ് തൻ്റെ ദേവനെ വണങ്ങുന്നത്. ഇപ്പോൾ നയമാന് വലിയൊരു സങ്കടം, ഞാനിനി എങ്ങനെയാണ് ആ അമ്പലത്തിൽ കയറുന്നത് ഈ രാജാവിൻ്റെ കൂടെ? എലീശയോട് അനുവാദം ചോദിച്ചു. അതുകൊണ്ട് രാജാവ് അവിടെ വണങ്ങാൻ പോകുമ്പോൾ എനിക്ക് അകമ്പടി സേവിക്കാൻ പോകണം. എൻ്റെ കൈപിടിച്ചാണ് രാജാവ് വണങ്ങുന്നത്. രാജാവ് അങ്ങനെ കുനിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും എന്ത് ചെയ്യും? എൻ്റെ ശരീരവും ബെൻഡാകും. അത് എനിക്ക് അനുവദിച്ച് തരണം. എലീശ അനുവദിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിയുടെ ഭാഗമായി, സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് രാജാവിൻ്റെ കൂടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ആ അമ്പലത്തിൻ്റെ അകത്ത് നയമാൻ പ്രവേശിക്കുന്നു. നയമാൻ ഹൃദയം കൊണ്ട് വണങ്ങുന്നില്ല, അവിടെ ഡ്യൂട്ടി മാത്രം ചെയ്യുന്നു എന്ന വിധത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? വേദപുസ്തകം അതിനെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഇനിയും പൗലോസിൻ്റെയൊക്കെ ലേഖനങ്ങളൊക്കെ പഠിച്ചാൽ, കുരുതി ലേഖനത്തിലൊക്കെ പൗലോസ് പറഞ്ഞു അമ്പലത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അതായത് പൗലോസിൻ്റെയൊക്കെ വിശ്വാസം അനുസരിച്ച് വിഗ്രഹം ഏതുമില്ല. വിഗ്രഹം എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേക ശക്തികളൊന്നുമില്ല, അത് മനുഷ്യൻ്റെ സൃഷ്ടികൾ മാത്രമാണെന്ന് വിശ്വസിക്കുന്ന പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഒരമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റും എന്നാണ് പൗലോസ് പറഞ്ഞത്. പക്ഷേ മറുഭാഗം പൗലോസ് പറഞ്ഞു, ഞാൻ അമ്പലത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അത്രയും വിശ്വാസത്തിൽ ബലമില്ലാത്ത ഒരുവൻ അത് കണ്ടിട്ട് പറയുന്നുണ്ട്, പൗലോസ് പോയി ആ അമ്പലത്തിൽ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ബലഹീന വിശ്വാസി വീണുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനൊരു ഉദാഹരണം എൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയില്ല. ഇവിടെ കുറേ കാര്യങ്ങൾ പറയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ ശാമുവേൽ കമ്മലേഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് തൻ്റെ ട്രൂപ്പിനെ നയിച്ചുകൊണ്ട് അമ്പലത്തിൽ വരെ വരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒറ്റ വിഷയം, അദ്ദേഹം ഒരു പൂജാരിയുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറി ആരാധിക്കുവാൻ അദ്ദേഹത്തിന് അനുവാദം ഇല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, കോടതിയുടെ രണ്ടാമത്തെ ചോദ്യം ഈ ക്രിസ്ത്യാനികളുടെ ഹോളി
ഗ്രന്ഥത്തിൽ, നമ്മുടെ ഭാഷയിൽ ബൈബിളിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ലെന്ന്? ഇവിടെ വളരെ വ്യക്തതയോടുകൂടെ ഞാൻ പിന്നെയും ആവർത്തിക്കട്ടെ, ക്രിസ്ത്യാനിക്ക് ഈ പറഞ്ഞതുപോലെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് സേവനത്തിലിരിക്കുന്ന പോലീസുകാരനോ പട്ടാളക്കാരനോ ഒക്കെ അമ്പലത്തിൽ കയറാം. അത് ശമൂവേൽ കമലേഷനും ചെയ്തു. എന്നാൽ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു വിഗ്രഹത്തെയോ മറ്റൊരു ബിംബത്തെയോ വണങ്ങുവാനുള്ള അനുവാദം ഇല്ല എന്നത് ഈ പറഞ്ഞ ശമൂവേൽ കമലേഷൻ്റെ അഡ്വക്കേറ്റിന് കോടതിയെ ബോധിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അതായത് അതാണ് മെയിൻ പോയിൻ്റ്. ഇദ്ദേഹത്തിന് അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ലെന്നല്ല. പാസ്റ്ററോട് ചോദിച്ചു അമ്പലത്തിൽ കയറാം, പാസ്റ്ററോട് അമ്പലത്തിൽ കയറാം. കാരണം നയമാനോട് അങ്ങനെ ഒരു അനുവാദം കൊടുത്തിട്ടില്ലേ, ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്യത്തില്ലേ. പക്ഷേ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടല്ല, ഇവിടെ ആരാധനയുടെ ഭാഗമായിട്ട്, വർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യണമെന്ന് നിർബന്ധിക്കപ്പെടുമ്പോഴാണ് ഇവിടെ പ്രശ്നമുണ്ടാകുന്നത്. ഇനിയും ഈ വിഷയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. എന്തുകൊണ്ടാണ് ഈ സംഭവം ഇത്രയും എസ്കലേറ്റ് ചെയ്തത്? ഇവിടെ കോടതിയിൽ ഈ വിഷയങ്ങൾ എത്തുന്നതിന് മുമ്പേ കുറേ വർഷങ്ങൾ ഈ ഒരു ക്ലാഷ്, ഈ ഒരു ആർഗ്യുമെൻ്റ് ഈ മിലിറ്ററി ട്രൂപ്പിൻ്റെ അകത്ത് അല്ലെങ്കിൽ റെജിമെൻറ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അതായത് ശമൂവേൽ കമലേഷൻ അദ്ദേഹം ഈ അമ്പലത്തിൽ പോകുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ ഹയർ ഓഫീസേഴ്സ് ഒരു പ്രശ്നമായിട്ടെടുക്കുന്നു, അദ്ദേഹത്തോട് ആവർത്തിച്ച് ഓർഡറുകൾ കൊടുക്കുന്നു, അദ്ദേഹത്തെ നിർബന്ധിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ മനുഷ്യത്വപരമായ പരിഗണനകൾ കൊടുത്ത്, അതായത് ഈ ഒരു പട്ടാളക്കാരന് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അതായതുകൊണ്ട് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റുകയില്ല എന്ന് തൻ്റെ ഓഫീസേഴ്സിനോട് പറയുമ്പോൾ ആ ഓഫീസർ ഈ വ്യക്തിയുടെ വിശ്വാസത്തെ മാനിച്ച് മനസ്സിലാക്കി ആ ഒരു ഡ്യൂട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിവ് കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ അങ്ങനെയല്ല ചെയ്യുന്നത്, ഈ വ്യക്തിയെ കൂടുതൽ ഫോഴ്സോടുകൂടെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ഭാഗമുണ്ട്. ഒരു പട്ടാള ഓഫീസറിന് അദ്ദേഹത്തിന് എന്ത് തീരുമാനം എടുക്കാം, അദ്ദേഹത്തിന് ഓർഡർ കൊടുക്കാം. മറുഭാഗം ആ പട്ടാള ഓഫീസർ എടുത്ത തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളാണ് സത്യത്തിൽ ഈ പ്രശ്നത്തെ ഇത്രയും വഷളാക്കി മാറ്റിയത്. കാരണം പല മതത്തിലുള്ള ആളുകൾ അവരുടെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് ഒരു വളരെ അനുധാവപൂർവമായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ ഹയർ ഓഫീസേഴ്സ് നേരത്തെ എടുത്തിരുന്നെങ്കിൽ പ്രശ്നം ഇത്ര വഷളാകത്തില്ലായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇത്തരത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ ചിത്രീകരിക്കപ്പെടത്തില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇനിയും മനസ്സിലാക്കണം, ഇവിടെ ഈ ഒരു കോടതി വ്യവഹാരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ പട്ടാളത്തിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്, പട്ടാളത്തിന് സ്വന്തമായിട്ടൊരു കോടതിയുണ്ട്, കോർട്ട് മാർഷൽ എന്നൊക്കെ നമ്മൾ കേൾക്കും. ശമൂവേൽ കമലേഷൻ്റെ കേസിൽ കോർട്ട് മാർഷൽ അനുവദിച്ചില്ല. അതായത് ശമൂവേൽ കമലേഷന് തൻ്റെ വാദഗതികൾ പട്ടാള കോടതിയിൽ പറയാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു എന്നതാണ് മറ്റൊരു ആരോപണമെന്ന് പറയുന്നത്. കോർട്ട് മാർഷൽ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാമെന്നുള്ളത് സൈന്യത്തിൻ്റെ നിയമത്തിൻ്റെ അകത്തുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനൊരു അനുവാദം കിട്ടിയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഈ കോടതി വിധികളല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടിരിക്കുന്നത്. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ അകത്ത് ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച ഒരു കാര്യം. കാരണം ഇവിടെ ഞാൻ ആവർത്തിച്ചൊരു കാര്യം പറയുകയാണ്, ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധം ചെയ്യാൻ പട്ടാളക്കാരെ വേണം. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ നടത്തുന്നത്. ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ക്രിസ്ത്യാനിറ്റിയെ വളർത്തുവാൻ ശ്രമിച്ചു എന്ന വലിയ ഒരു വ്യാജ പ്രചരണം നമുക്ക് ചുറ്റും കേൾക്കുന്നുണ്ട്. അത് സത്യമല്ല. ബ്രിട്ടീഷുകാർ എപ്പോഴും ശ്രമിച്ചിരുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരെയും ക്രിസ്തീയ പ്രവർത്തനങ്ങളെയും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കാതിരിക്കുകയാണ്. കാരണം അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് ഇന്ത്യ എന്ന രാജ്യത്തിന്മേൽ അവർക്ക് അധികാരം ഉറപ്പിച്ചു നിർത്തുവാൻ മിഷണറിമാരുടെ പ്രവർത്തനം തടസ്സമായി തീരുമെന്ന് അവർ ഭയപ്പെട്ടു. മിഷണറിമാർ പ്രവർത്തിച്ചാൽ, മതപരിവർത്തനങ്ങൾ നടന്നാൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാർക്കെതിരായി തീരുമെന്നുള്ള ഭയം കൊണ്ട് മിഷണറി പ്രവർത്തനങ്ങളെ അവർ തടഞ്ഞു. അങ്ങനെ തന്നെ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ജാട്ടുകളോ സിഖുകളോ മറ്റ് റെജിമെൻസുകളോ അവരെയൊക്കെ സൃഷ്ടിച്ചതിൻ്റെ കാരണം ഒരു പ്രീണന നയമായിരുന്നു എന്ന ഒരു കാരണമുണ്ട്. ഇവിടെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു പ്രീണന നയം പോലോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുണ്ടാക്കിയ ചില റെജിമെൻറ്റുകളുടെ സിസ്റ്റങ്ങൾ സ്വതന്ത്ര ഭാരതത്തിൽ ചില മാറ്റങ്ങൾ വന്നു. ആ റെജിമെൻറ്റുകളിൽ മറ്റു മതക്കാർക്കും പ്രവേശനം കിട്ടി. എന്നാൽ ഇന്നും ആ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നയങ്ങൾ പിന്തുടരുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ പട്ടാളത്തിൽ നമ്മുടെ രാജ്യം കാട്ടുന്ന തെറ്റ്. പുതിയ ഭാരതത്തിൽ, മാറിയ ഭാരതത്തിൽ, സെക്കുലർ ഭാരതത്തിൽ ഇങ്ങനെയുള്ള
തെറ്റായ നടപടികൾ, അതായത് ബ്രിട്ടീഷുകാർ പ്രീണിപ്പിക്കുവാൻ വേണ്ടി തുടങ്ങിയ നടപടികൾ നമ്മൾ പിന്തുടരേണ്ട ആവശ്യമില്ല. അതാണ് യഥാർത്ഥ ദേശസ്നേഹത്തിലേക്ക്, മതത്തിൻ്റെയോ ജാതിയുടെയോ കൂട്ടുപിടിച്ചല്ല, യഥാർത്ഥ ദേശസ്നേഹത്തിലേക്ക് ജനങ്ങളെ, പട്ടാളക്കാരെ കൊണ്ടുവരുവാൻ ഏറ്റവും നല്ലത് എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് പാഠഭേദത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.